ഇത്രമാത്രം ഈ പത്രത്തിൽ എന്താ വായിക്കാനുള്ളത്? ഞാൻ എന്ത് ചെയ്യാനാ, പ്രായമായില്ലേ. പണ്ടത്തെ പോലെ ഇപ്പൊ പുറത്തൊന്നും പോകാൻ പറ്റില്ല. ഇപ്പൊ പേപ്പർ വായിച്ചല്ലേ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇന്നാ ചായ. താങ്ക് യു. അവിടെ വെച്ചേക്ക്. വീട്ടുജോലി മുഴുവൻ ഇവൾ ഒറ്റ ഒരുത്തിയാ നോക്കുന്നത്, അറിയോ? എന്നെ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ എത്രയോ പറഞ്ഞതാ, ഇങ്ങനെ പോയാൽ എന്റെ ശരീരത്തിന് പ്രശ്നമാകും, ഞാൻ മടി പിടിച്ചിരിക്കുമെന്ന്. പക്ഷെ ഇവള് കേൾക്കുന്നില്ല. അത് സത്യം തന്നെയാ. ഇവള് നല്ല ഉത്തരവാദിത്തമുള്ളൊരു പെങ്കൊച്ചാ. ഓ, ഇവളെന്റെ പുന്നാര മോളാ. രാവിലെ തന്നെ എന്നെ അങ്ങ് പുകഴ്ത്താതെ. ശരി, ഒരു കാര്യം നിങ്ങൾ പറ. വെറുതെ ഇരുന്ന് കാശ് വാങ്ങിക്കാൻ പറ്റുമോ? നിങ്ങൾ പറ. എന്നുവെച്ചാ ഞങ്ങള് നിന്നോട് വേലക്കാരിയെ പോലെയാണോ പെരുമാറുന്നേ? നിന്നെ ഞങ്ങള് സ്വന്തം മോളെ പോലെയല്ലേ കരുതിയിരിക്കുന്നേ? സ്വന്തം മകളെ പോലെയാണോ? ഇവള് നമുക്ക് സ്വന്തം മകള് തന്നെയല്ലേ? നമ്മുടെ മാമൻ പോയിട്ട് ഏകദേശം 10 വർഷമായി അല്ലേ? അതെ. അല്ല, അവള് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് ഇവളുടെ പ്രായം ഉണ്ടാവുമല്ലേ? നീ പറഞ്ഞത് ശരിയാ. ഒരു പനിയിൽ മരിച്ചുപോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്ത് ചെയ്യാനാ, എല്ലാം നമ്മുടെ വിധിയാ. അപ്പൊ ഞാൻ എന്താ ആലോചിച്ചെന്നറിയാവോ? നമ്മുടെ ദുഃഖങ്ങളെ തീർക്കാൻ വേണ്ടിയാണ് ഇവളെ ആ ദൈവം പറഞ്ഞു വിട്ടതെന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാ. ഇവളെ ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോ ഇവളെ നമ്മുടെ മോളെ പോലെയാ തോന്നിയത്. അതുമല്ല, ഇവള് നമ്മളെ നല്ലോണം നോക്കിക്കോളൂ എന്നുള്ള വിശ്വാസം തോന്നി. ഇവളുടെ ഏറ്റവും വലിയ ബലം എന്താണെന്നറിയോ? ഇവളുടെ സത്യസന്ധതയും നല്ല പെരുമാറ്റമാ. ഇവള് കാളിഘട്ട് സ്ലമ്മിൽ നിന്നാ വന്നതെങ്കിലും എത്ര നല്ല സ്വഭാവ. തുടക്കത്തിൽ നീ എടുത്ത തീരുമാനം എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഒന്നും ആലോചിക്കാതെ പെട്ടെന്നുള്ള തീരുമാനത്തിൽ നീ ഇമോഷണലായിട്ട് അവളെ കൂട്ടിക്കൊണ്ടു വന്നതായിട്ടാണ് ഞാൻ കരുതിയത്. അവള് നമ്മുടെ കൂടെ അഡ്ജസ്റ്റ് ആവില്ലെന്നും കരുതി. കാരണം അവളെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ലല്ലോ. പക്ഷെ അത് തെറ്റായി പോയെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. നീ എടുത്ത തീരുമാനം ശരിയായിരുന്നു. നിക്കടേവിടെ ഇങ്ങനെ ധൃതി പിടിച്ച് നീ ഇങ്ങോട്ടാ? നീ എപ്പോഴാ ജയിലിൽ നിന്ന് പുറത്തു വന്നേ? എന്നെ വിട്, എനിക്ക് പോണം. എനിക്ക് കുറെ ജോലിയുണ്ട്. ദയവേത് എന്നെ ശല്യപ്പെടുത്തല്ലേ. ഞാൻ നിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച സ്ഥിതിക്ക് അങ്ങനെ അങ്ങ് പോയാലോ? അത് ശരിയാണോ? സത്യം പറ, നിനക്ക് എന്താ വേണ്ട ഇപ്പൊ? നിന്റെ കാശ് വേണം. ഇല്ല, എന്നെ കൊണ്ട് തരാൻ പറ്റില്ല. അതെന്റെ പൈസയല്ല. എന്നെ വിട്. വിടാൻ എന്നെ വിടാനല്ലേ പറഞ്ഞത്? പറയുന്നേക്ക് വിട്. മുന്നേ വിടാൻ, എന്നെ വിടാനാ പറഞ്ഞത്. എന്നോടാണോടി നിന്റെ കളി? ഞാനൊരു മണ്ടനാണെന്ന് വിചാരിച്ചോ നീ? ഇങ്ങനെ എത്ര നാൾ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു? പറയാൻ നീ നന്നാവില്ലേ? നീ എന്റെ ഭാര്യയാണെന്നുള്ള കാര്യം നീ അങ്ങ് മറന്നുപോയോ? ഇങ്ങനെയാണെങ്കിൽ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ കാര്യം നീ മറന്നു കാണുമല്ലോ. ഭാര്യ എന്നുള്ള അർത്ഥം എന്താന്ന് നിനക്കറിയോ? നിന്നെ കുറിച്ച് ഓർക്കുമ്പോ വെറുപ്പ എനിക്ക്. ഒരു കാലത്ത് ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ട സത്യം. നിനക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ വരെ തയ്യാറായിരുന്നു. അങ്ങനെ നിന്നെ കല്യാണവും കഴിച്ചു. പക്ഷെ നീ വേറും ഒരു വൃത്തികെട്ടവന്. കണ്ടടന്നിറങ്ങുന്നു. മാറി നിക്കടാ. ശരി ശരി, നീ പൊയ്ക്കോ. എനിക്ക് അടുത്ത ആഴ്ച ഒരു 30,000 രൂപ വേണം. നീ വേണം അത് ശരിയാക്കി തരാൻ. എന്ത് 30,000? അത്രയും പണത്തിന് എവിടെ പോവാനാ? ജോലി ചെയ്യുന്ന വീട്ടിൽ മോഷ്ടിക്കണോ ഞാൻ? ഇല്ലെങ്കിൽ ബാങ്ക് കൊള്ളയടിക്കണോ? അല്ലെ ഏതെങ്കിലും അവനെ കൊന്നിട്ട് 30,000 കൊണ്ടുവരണോ? അതൊക്കെ നീ തന്നെ അങ്ങ് തീരുമാനിച്ചോ. പക്ഷെ എനിക്ക് കാശ് കിട്ടണം, അത്രേ ഉള്ളൂ. എവിടെങ്കിലും പോയി ചാവോ. എന്നെ ഉപദ്രവിക്കരുത്, എന്റെ സ്വഭാവം മാറും. എവിടെങ്കിലും പോ. ഞാൻ പോവാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞ കാശ് എനിക്ക് വേണം. വിടടാ. പോയിട്ട് കുറേ നേരം ആയല്ലോ. ഇവളെന്താ ഇതുവരെ വരാത്തെ? ഇതുവരെ ഇത്ര വൈകിട്ടേ ഇല്ലല്ലോ. അല്ല, നീ എന്താ വരാൻ ഇത്രയും ലേറ്റായേ? ഞാൻ ഒരുപാട് വിഷമിച്ചു അറിയോ? അതുമല്ല,
ഇപ്പൊ പത്രങ്ങളിൽ വരുന്ന വാർത്തകളൊക്കെ കണ്ടിട്ട് എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തിനാ അമ്മ ആവശ്യമില്ലാതെ പേടിക്കുന്നേ? ആവശ്യമില്ലാതെ ഇങ്ങനെ ടെൻഷനായല്ലേ പിന്നെ എന്തെങ്കിലും അസുഖം വരും. അമ്മേ, ഞാന് അമ്മയോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ ചോദിക്ക? അതായത് അച്ഛനോട് പറഞ്ഞ് എന്റെ ശമ്പളം ഒന്ന് നേരത്തെ എടുത്തു തരാൻ പറ്റുമോ ചോദിക്കാവോ? എനിക്ക് വേണം. ശമ്പളമോ? നീയല്ലേ അച്ഛനോട് നിന്റെ ശമ്പളം അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞത്, പിന്നെന്താ? എനിക്കിപ്പോ അർജന്റായിട്ട് കുറച്ച് പണം വേണം, കിട്ടുവോ? തീർച്ചയായും കിട്ടും മോളെ. അതുപോട്ടെ, നിനക്ക് ഞങ്ങളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചാ ചിന്തയല്ലേ? ഒരുപക്ഷേ എനിക്ക് എന്തെങ്കിലും സംഭവിച്ച അച്ഛനെ നീ തന്നെ നല്ലോണം നോക്കിക്കോണം. അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കരുത്. നിങ്ങൾക്കൊന്നും ആവില്ലമ്മേ, അങ്ങനെ ആകാൻ ഞാൻ സമ്മതിക്കില്ല. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ലമ്മേ, സംഭവിക്കാൻ ഞാൻ വീടില്ല. നിങ്ങൾ രണ്ടുമല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ല എനിക്ക്. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ശരി ശരി, നീ കരയാതിരിക്കെ. ഒന്ന് സമാധാനിക്ക് മോളെ, ഞാൻ പറയുന്നത് കേക്ക്. ഒന്ന് സമാധാനിക്ക്. എനിക്കൊന്നും സംഭവിക്കില്ല, ഭയപ്പെടാതിരിക്കെ. ഇന്ന് നിനക്ക് എന്താ പറ്റിയത്? ഈ മര്യാദക്ക് കാശ് തരുന്നുണ്ടോ അതോ ഇല്ലയോ? ഞാൻ കാശ് തരില്ല, 10 പൈസ ഞാൻ തരില്ല. നീ തന്നില്ലെങ്കിൽ പിന്നെ നിന്റെ അപ്പൻ കൊണ്ട് തരുവോടി? ഓൾറെഡി നിന്റെ അച്ഛൻ കൊണ്ട് തരുമോന്നേ? ഞാൻ തരുന്ന കാശ് കൊണ്ട് നീ മദ്യപിക്കും. നീ മദ്യത്തിന് അടിമയായി കഴിഞ്ഞു. വിടടാ എന്നെ. ഞാൻ കൊല്ലൂടി. ഞാൻ കൊല്ലുകളയും. ഒന്നുമില്ലമ്മേ, പക്ഷെ എനിക്ക് പേടിയാ. പേടി മാത്രമേ ഉള്ളൂ. ഞാൻ കരുതുന്നത് വീണ്ടും കൊടുങ്കാറ്റ് വരാൻ പോകുന്ന, പിന്നെ എല്ലാത്തിനെയും അത് നശിപ്പിച്ചു കളയും. എല്ലാം തകർത്ത് തരിപ്പണമാക്കും. ഒന്നും സംഭവിക്കില്ല മോള്, കരയാതിരിക്കെ. നീ പേടിക്കുന്ന പോലെ ഒന്നും നടക്കില്ല മോളെ. വിഷമിക്കണ്ട കേട്ടോ. നീയൊരു പൊട്ടിയാ. ദേ നോക്കൂ. പറ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. അല്ല, എൻ്റെ അടുത്ത് ധാരാളം ആഭരണങ്ങൾ ഇരിപ്പുണ്ടല്ലോ. അതെല്ലാം ഞാൻ ലോക്കറിലാണ് വെച്ചിരിക്കുന്നത്. ഒന്നും ഇടാറുമില്ല. ഞാൻ പറയുന്നത്, നമ്മുടെ മരണശേഷം ആ ആഭരണങ്ങളെല്ലാം ടിയയ്ക്ക് കൊടുത്താലോ? അവളുടെ ഭർത്താവ് നല്ലവനാണോ ദുഷ്ടനാണോ എന്നറിയില്ല. അവനിപ്പോൾ ജയിലില്ല. എപ്പോൾ പുറത്തിറങ്ങുമെന്നറിയില്ല. അവൾക്ക് ആ ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു സുരക്ഷയായിരിക്കില്ലേ? അത് നിന്റെ ആഭരണങ്ങളല്ലേ. നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്തോ. എന്റെ തീരുമാനം എന്താണെന്ന് നിനക്ക് അറിയണമെങ്കിൽ അതിലൊരു കുഴപ്പമില്ല. നീ പറയുന്നതിനപ്പുറം എനിക്ക് വേറൊന്നുമില്ല. സത്യത്തിൽ അവള് നമ്മുടെ മകളല്ലേ. എന്നാ ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ തന്നെ ബാങ്കിലേക്ക് പോയി ആ ആഭരണങ്ങളെല്ലാം എടുത്തോണ്ട് വന്നേക്കും. എങ്കിൽ ശരി, നാളെ തന്നെ ബാങ്കിൽ പോയി എല്ലാ ആഭരണവും എടുത്തോണ്ട് വരാം. രണ്ടുപേരും ഇവിടെയാണോ? എന്നാ ഗുളിക കഴിക്കേ. കണ്ടില്ലേ, ഞാൻ മറന്നാലേ ഇവള് മറന്നില്ല. ഈയിടെയായിട്ട് മരുന്ന് കഴിക്കാൻ തന്നെ മറക്കുക. എന്താ പറയാ? എന്നാ വേഗം കഴിച്ചേ. വേഗം ആവട്ടെ. എനിക്കറിയാൻ മറക്കുമെന്ന്, അതാ കൊണ്ടുവന്നേ. നീ എന്റെ കയ്യിൽ തന്നാലും ഞാൻ അങ്ങ് മറന്നുപോയി മോളെ. ദിവസം ഇത് തന്നെയല്ലേ ചെയ്യുന്നേ, എന്തോ പുതിയതുപോലെ. നീ ഇല്ലെങ്കിൽ എന്റെ സ്ഥിതി എന്താവുമെന്ന് എനിക്കൊന്നും അറിയില്ല. മതി മതി മതി, എനിക്ക് അടുക്കള കുറെ ജോലിയുണ്ട്. ഇപ്പൊ പുകഴ്ത്തലിച്ചിട്ട് കൂടുന്നുണ്ട് കേട്ടോ. ഒരു പാവം പിടിച്ച പെണ്ണായത്. എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ എടുത്തിട്ട് അടിച്ചിട്ട് ഇപ്പൊ എന്റെ കൂടെ കിടക്കാൻ വന്നിരിക്കുകയാണോ? മാറ്, അങ്ങോട്ട് മാറ്. എന്റെ ഭാര്യയാടി, എനിക്ക് തോന്നുന്നതൊക്കെ ഞാൻ ചെയ്യും. എന്നെ തടയാൻ ഇവിടെ ആരാടി? എന്റെ ഇഷ്ടത്തിന് എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ചെയ്യും.
എടുത്തോണ്ട് വന്നോ? ബാങ്കിലൊരു വല്ലാത്ത ക്യൂ തന്നെയാ. ഇന്നാ നിന്റെ ആഭരണങ്ങളെല്ലാം. എല്ലാം എടുത്തല്ലോ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ തുറന്നൊന്ന് നോക്കിക്കോ. നോക്ക് തുറന്ന് നോക്ക്. ഇതേതാന്ന് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ അമ്മ എനിക്ക് തന്നതാ. പക്ഷേ ഇതെല്ലാം മുത്തശ്ശിയുടേതാണ്. മുത്തശ്ശിയാണ് അമ്മയ്ക്ക് കൊടുത്തത്. എല്ലാം ഇന്നലെ നടന്നതുപോലെയുണ്ട്. പക്ഷെ എത്രയോ മുൻപ് നടന്നതാ. ഇതൊക്കെ തീയക്ക് നന്നായിട്ട് ചേരുമല്ലേ? അതെ അതെ. ഞാൻ അവളെ വിളിക്കണോ? വേണ്ട, ഇപ്പൊ വിളിക്കണ്ട. അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ അല്ലേ? അവളുടെ പിറന്നാൾ അടുത്തു വരിക. ഓ, ഇപ്പൊ നിങ്ങൾ ഇത് എടുത്തോണ്ട് പോയി അലമാരയിൽ ഭദ്രമായിട്ട് വെച്ചേക്കോ. ശരി, നീ പറഞ്ഞതുപോലെ അലമാരി തന്നെ വെച്ചേക്കാം. മറ്റൊരു കാര്യം, മറ്റന്നാളിലൊന്ന് പുറത്തു പോകേണ്ട ജോലിയുണ്ട്. അശോക് ഫോൺ ചെയ്തായിരുന്നു. നമിതയ്ക്ക് ഇപ്പോൾ ശരീരത്തിന് നല്ല സുഖമില്ലെന്ന്. അതുകൊണ്ട് ഒരു പ്രാവശ്യം അവളെ പോയി കണ്ടിട്ട് വരാമെന്ന് ശരി എനിക്ക് ശരി, തോന്നുന്നു. അതും നല്ലതാ. പോയി കണ്ടിട്ട് വരൂ. അങ്ങോട്ട് പോകുമ്പോ ലാലുവിന്റെ കടയിൽ നിന്ന് രസഗുല്ല വാങ്ങിച്ചോളൂ. അശോകിന് അത് വലിയ ഇഷ്ടമാ. ശരി, അങ്ങനെ തന്നെ ചെയ്തേക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ കുറച്ച് താമസിച്ചേ വരൂ. ശരിയെന്നേ, നിങ്ങൾ പതുക്കെ വന്നാ മതി. ശരി, ഞാൻ ഇതുകൊണ്ട് അലമാരി വെച്ചിട്ടേ ഒന്ന് ശരി കുളിച്ചിട്ട് ശരി, വന്നേക്കാം. ആയിക്കോട്ടെ. എന്നാ ശരി, ഞാൻ പോവാ. സൂക്ഷിച്ചിരിക്കണം. അമ്മയും നോക്കിക്കോണം കേട്ടോ. അവളെല്ലാം നോക്കിക്കോളും. നിങ്ങൾ സൂക്ഷിച്ചു പോയിട്ട് വരൂ. ശരി. സൂക്ഷിക്കണേ. ഇത് നിനക്ക് നല്ല ഭംഗിയുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഇതാരുടെ അമ്മേ? ഇതെല്ലാം എന്റേത് തന്നെയാ മോളെ. നിനക്കിതെല്ലാം സർപ്രൈസ് ആയിട്ട് തരണമെന്ന് വിചാരിച്ചിട്ടാ എല്ലാം ഞാൻ അച്ഛനോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് കുറെ നാളൊന്നും രഹസ്യം സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ. നോക്കട്ടെ, നല്ല രസമുണ്ട് കാണാൻ. മോക്ക് നന്നായി ചേരുന്നുണ്ട്. ദേ നോക്കു മോളെ, ഇതിനെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞേക്കരുത് കേട്ടോ. ഞങ്ങൾ ഇതൊക്കെ പിറന്നാളിന് തരാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാ. എന്താ എന്തു പറ്റി മോളെ? കരയാതിരിക്ക്, നീ ഒരു മണ്ടിയ. രഘി, നിനക്ക് എന്തു പറ്റി? രഘി, രക്തം. നിനക്ക് എന്താ പറ്റിയത്? ഇവിടെ മൊത്തം രക്തമാണല്ലോ. ദിയ, 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 ദിയ. അവളും എവിടെ പോയെന്ന് അറിയില്ലല്ലോ. ഡോക്ടർ, വേഗം ഞങ്ങളുടെ വീട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ? ദയവായി ഒന്ന് വേഗം വരണേ. എന്റെ ഭാര്യയ്ക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. ഒന്ന് വേഗം വാ. He is no more. എന്താ ഡോക്ടർ പറയുന്നത്? ഇവരുടെ തലയ്ക്കാരോ ശക്തിയായിട്ട് അടിച്ചിട്ടുണ്ട്. ഇവിടെ ജോലിക്ക് നിൽക്കുന്ന പെണ്ണെവിടെ? അവൾ എവിടെ പോയെന്ന് അറിയില്ല. ഈ ജോലിക്കാരികളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഒരുപക്ഷെ അവളായിരിക്കും ഇത് ചെയ്തത്. പലയിടത്തും ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇല്ലില്ല, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൾ ഞങ്ങൾക്ക് മകളെ പോലെയാ. ടിയ, നിനക്ക് ഈ ബോക്സ് എവിടുന്നാ കിട്ടിയത്? അങ്ങനെയാണെങ്കിൽ നീയാണോ? അവനെ ഞാൻ കൊന്നു. ആരെ? അവനെ ഞാൻ കൊന്നു. അമ്മേ, അമ്മേ, അവനെ ഞാൻ കൊന്നമ്മേ. ഞാൻ അവനെ കൊന്നു.
വൃത്തികെട്ടവനെ ഞാൻ ഇല്ലാതാക്കി. ആ റൗഡിയെ ഞാൻ കൊന്നമ്മേ. നോക്കമ്മേ, ദാ എന്റെ കയ്യിലെ രക്തം, എന്റെ കൈ മുഴുവൻ രക്തം. എന്റെ കയ്യിലെ രക്തം കണ്ടില്ലേ? അമ്മയെ അടിച്ചവനെ ഞാൻ കൊന്നമ്മേ. നിങ്ങളെ അടിച്ചവനെ ഞാൻ എന്റെ കൈ കൊണ്ട് കൊന്നു. അമ്മയ്ക്ക് അറിയോമേ? നിങ്ങളല്ലാതെ ഈ ലോകത്ത് വേറെ ആരാമ്മ എനിക്കുള്ളത്? ഞാൻ ഇനി എവിടേക്ക് പോവമ്മേ? അമ്മേ, കണ്ണു തുറക്കമ്മേ. ആ വൃത്തികെട്ട നമ്മുടെ ജീവിതം എല്ലാം ഇല്ലാതാക്കിയല്ലോ അമ്മേ. അതുകൊണ്ടാണ് ഞാൻ അവനെ കൊന്നത്. എന്റെ ഭർത്താവിനെ ഞാൻ കൊന്നു. ആ വൃത്തികെട്ടവനെ ഞാൻ കൊന്നു. അവൻ നിങ്ങളെ കൊന്നു അമ്മേ. അവന്റെ അടുത്ത് സത്യം പറഞ്ഞ് ഞാൻ വലിയൊരു തെറ്റാ ചെയ്തത്. അവനെ വിശ്വസിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. നീ പറയുന്നതൊക്കെ സത്യമാണോ? എന്തിനെ കുറിച്ചാ? ആ സ്വർണത്തെ കുറിച്ച് പറഞ്ഞില്ല, അത് തന്നെ. ഓ, അതാണോ? എനിക്ക് സ്വർണം തരാന്ന് അമ്മ സത്യം ചെയ്തു. അവർക്കും ആരും ഇല്ലല്ലോ. നോക്ക്, ആ? എപ്പോഴും പറ്റിച്ച് തന്നെ ജീവിക്കണോ? ദാ നോക്ക്, ആ സ്വർണം പണയം വെച്ചാലേ കുറെ കാശ് കിട്ടും. അത് വെച്ച് ജീവിക്കാം. വിശ്വസിക്കേ. അതെത്ര കാണും? കുറേ ഉണ്ട്. ഇനി തെറ്റൊന്നും ചെയ്യരുത്. നീ ആദ്യം എന്നെ ഈ പഠിപ്പിക്കുന്നൊന്ന് നിർത്ത്. നീ ആ സ്വർണ്ണം എടുത്തോണ്ട് ഓടില്ലല്ലോ അല്ലേ? ഇത്ര ഉപദ്രവിച്ചിട്ട് ഞാൻ കൂടെ ജീവിക്കുന്നു, എന്നിട്ടും എന്നെ വിശ്വാസമില്ലേ? നീ ഒരിക്കലും നന്നാവില്ലടാ. നിന്റെ അച്ഛനെപ്പോഴാ പുറത്തേ പോവാ? അച്ഛനോ? ഉം. അച്ഛൻ ഇന്ന് രാവിലെ പുറത്തു പോയി. പുറത്തു പോകുന്ന സമയത്ത് എന്നോട് അച്ഛനൊരു കാര്യം പറഞ്ഞിട്ടാ പോയത്. ഞാൻ തിരിച്ചു വരുന്നത് വരെ അമ്മയെ ശ്രദ്ധിച്ചോണം, കൃത്യമായി മരുന്നും കൊടുക്കണമെന്ന് പറഞ്ഞു. അമ്മ തനിച്ചായിരിക്കില്ലേ? അതെ, പക്ഷേ അച്ഛൻ ഇപ്പൊ കുറച്ച് സമയത്തിനകം തിരിച്ചു വരും. കുറച്ച് സമയമല്ലേ? അമ്മേ, എഴുന്നേക്കമ്മേ. എനിക്കൊരു സന്ദർഭം കൂടെ താമേ. അമ്മേ, എഴുന്നേറ്റ് വാമ്മേ. ഒരു സന്ദർഭം താമേ. തിരിച്ചു വാമ്മേ.